അപ്പോൾ നമ്മുടെ MySQL പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു SQL ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഒരു കമ്പൈലർ നമ്മൾ ആക്ച്വലി പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ ആക്ച്വലി ഒരു ഓൺലൈൻ കമ്പൈലർ ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ വീഡിയോസ് ആക്ച്വലി ഒരു മൊബൈൽ യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുള്ളവരും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓൺലൈൻ കമ്പൈലർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ, ഇതാകുമ്പോൾ മൊബൈൽ യൂസേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് എസ്പെഷ്യലി ഒരു പ്രത്യേക സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മുടെ സെർവറോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നില്ല. ഓൺലൈനിൽ ഇതിൻ്റെ കമ്പൈലർ അവൈലബിളും ആണ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പൈലറാണ് ആക്ച്വലി OneCompiler എന്നുള്ളത്. ഞാൻ കുറേയധികം കമ്പൈലർ നോക്കുകയും അതിൽ എനിക്ക് കംഫർട്ടബിളും വളരെ ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു കമ്പൈലറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാവുമെന്ന് വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കമ്പൈലറെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. ലൈക്ക് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കമ്പൈലറാണ്. ബാക്കി കമ്പൈലർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഞാൻ ആക്ച്വലി പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോഴും കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു കമ്പൈലറിൻ്റെ പേര് ആക്ച്വലി OneCompiler എന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പൈലറിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഓൺലൈനാണ്. OneCompiler വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഓൺലൈൻ എഡിറ്റർ കാര്യങ്ങൾ, അതുപോലെ ഇതിനെപ്പറ്റി MySQL എന്താണ്, പിന്നെ ഇതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആക്ച്വലി ഇവർ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളും കൂടി ഈ ഒരു കമ്പൈലറിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും, കണ്ടോ? പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചലഞ്ചസ്, അതുപോലെ സ്റ്റുഡിയോ ആൻഡ് മോർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ ഹോം പോലുള്ള ഒരു മെനു ബാറൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്ച്വലി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ MySQLൻ്റെ സെർവർ ആക്ച്വലി നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ബേസിക്കലി നമ്മൾ ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ മാത്രമാണ് ഈ ഒരു കമ്പൈലർ നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു കമ്പൈലറിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ SQLൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും, റൈറ്റ്? അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ സെർവർ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ച്വലി ഒരു ഡേറ്റാബേസ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലേ, ആ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ടേബിളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓൺലൈനിലുള്ള ഈ ഒരു കമ്പൈലർ മാത്രമല്ല എല്ലാ കമ്പൈലേഴ്സും എന്താണ്, ഡേറ്റാബേസ് അതായത് നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പൈലർ എടുത്താലും ഇവിടെ നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താ, ഡേറ്റാബേസ് ഓൾറെഡി ഈ ഒരു കമ്പൈലർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യും, ടേബിളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി, അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ഓൺലൈൻ കമ്പൈലേഴ്സ് നമുക്ക് തരും. പക്ഷേ നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുന്ന ഒരു ആളാണെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബേസിക്കലി ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട കമൻറ്റ് എന്ന് പറയുവാണെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടേബിൾ ക്രിയേഷന് മുന്നേ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം എഴുതിയാൽ മതി. എന്താണ്, ക്രിയേറ്റ് ഡേറ്റാബേസ്, പിന്നെ ഒരു ഡേറ്റാബേസിൻ്റെ പേര്, ഇപ്പോൾ സ്കൂൾ എന്നാണെങ്കിൽ സ്കൂൾ കൊടുത്തിട്ട് സെമിക്കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസ് ഓഫ് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ആക്സസ് ഡിനൈഡ്. കാര്യം എന്താ, ഓൾറെഡി ഇതൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റാബേസിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുന്നവർ യാതൊന്നും പേടിക്കണ്ട, അല്ലെങ്കിൽ യാതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് കുറേ ലാംഗ്വേജുകൾ പഠിക്കാൻ പോവുകയാണ്. അതായത് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് ടേബിളുകളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുള്ള ലാംഗ്വേജ് നമ്മൾ ആക്ച്വലി ഈ ഒരു കമ്പൈലർ യൂസ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വേറെ എന്തിനെപ്പറ്റിയും ചിന്തിക്കേണ്ട. ഞാൻ ആക്ച്വലി പറഞ്ഞത് നമ്മുടെ സെർവറുകൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഓൺലൈൻ കമ്പൈലർ ആണെങ്കിൽ നത്തിങ് ടു വെറി, ജസ്റ്റ് നമുക്ക് ലാംഗ്വേജിൽ തുടങ്ങാം. അതായത് ടേബിളുകൾ എഴുതുകയും ടേബിളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു സെർവറൊക്കെ കയറ്റി ഡേറ്റാബേസ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സീരീസിൽ എന്താ പഠിക്കാൻ പോകുന്നത്, ലാംഗ്വേജിനെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വിൻഡോ തുറന്നിട്ടേക്കണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി നോക്കിയതായിരുന്നു. കാര്യം എന്തുകൊണ്ട് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ആക്ച്വലി OneCompiler തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താ,
ഡേറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് വരുന്നില്ല. സോ ആ ഒരു ഡിഫറൻസ് ആണ് നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു MySQL വെച്ചിട്ട് അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഓൺലൈൻ കമ്പനിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഈ ഒരു OneCompiler എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്തും ടേബിളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഡേറ്റാബേസിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഡേറ്റാബേസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡേറ്റാബേസിൻ്റെ കാര്യങ്ങളോർത്ത് വെറി ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് ടേബിളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഡേറ്റാസ് കൊടുത്താൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. കാര്യം നമ്മളെന്താ പഠിക്കാൻ പോകുന്നത്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു, നമുക്ക് ലാംഗ്വേജ് നാളെ തൊട്ട് പഠിച്ചിറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചിറങ്ങാം. ബൈ.